അടിയും പൊട്ടിയിരുമൊക്കെ കഴിഞ്ഞു. ഇനി എന്ത്? ഇനിയാണ് യുദ്ധം, നയതന്ത്ര യുദ്ധം. ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമുണ്ട്. അമേരിക്ക ചൈനയ്ക്ക് മേൽ ചുമത്തിയ അധിക നികുതിയെല്ലാം പിൻവലിച്ച് ഡീസന്റായി. ട്രംപിന്റെ അത്യുത്സാഹം നൈസായി പണി പാളുകയും അമേരിക്കയുടെ F-60 പോലുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിൽ പകച്ചുപോയതും ഇന്ത്യ ഒരു ലോകശക്തിയായി തീർന്ന തരത്തിൽ സൈനിക ശക്തി കാണിക്കുകയും ചെയ്തതോടെ സായിപ്പിന് ദക്ഷിണേന്ത്യയിൽ ചൈനയ്ക്കൊപ്പം ഒരു എതിരാളി കൂടി സ്പോട്ടഡായി. പോരാത്തതിന് ഇനി പാകിസ്ഥാൻ അമേരിക്കയും ചൈനയും ആയുധം കാര്യത്തിൽ കാര്യമായി വിശ്വസിക്കാനും സാധ്യതയില്ലെന്നറിഞ്ഞതോടെ യൂറോപ്പിന്റെ കിഴക്കിന്റെ മേലെയുള്ള കയ്യഴിഞ്ഞു തുടങ്ങി. ആ ജാള്യത മറയ്ക്കാനാണ് മധ്യസ്ഥ പുരാണം വിളമ്പി ട്രംപ് തേരാപ്പാര നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതും പാകിസ്ഥാനെ കൈയൊഴിയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതും ഇന്ത്യൻ നയതന്ത്ര ചാരുതയ്ക്ക് കഠിനമായ ദിവസങ്ങളാണ് വരുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന്റെ സിന്ധ് മേഖലയോ മരുഭൂമിയാക്കുകയും അവരുടെ രാഷ്ട്രീയം സൈനിക നേതൃത്വങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ എന്ന ഈ വിഷയത്തിൽ അമേരിക്കയും ചൈനയും പാകിസ്ഥാൻ കളത്തിലിറക്കി കളിക്കാൻ പരമാവധി ശ്രമിക്കും. പോരാത്തതിന് ഈ വിഷയം കശ്മീർ പ്രശ്നവുമായി ചേർത്ത് ഐക്യരാഷ്ട്രസഭയിലും എത്തും. ഇന്ത്യ ഈ വിഷയത്തെ വെച്ച് പാകിസ്ഥാനുമായി വിലപേശുന്നത് ഇന്ത്യ ആവശ്യപ്പെട്ട തീവ്രവാദികളുടെ ലിസ്റ്റ് വെച്ചും പാക് അധിനിവേശ കശ്മീർ വെച്ചും ആയതുകൊണ്ട് മൂന്നാമതൊരാളെ ഇതിലേക്ക് അടുപ്പിക്കുകയേയില്ല. ഇതിൽ വലിഞ്ഞു കയറാൻ അമേരിക്ക മാക്സിമം ശ്രമിക്കും. അതിനുവേണ്ടി അമേരിക്ക വ്യാപാര യുദ്ധം തന്നെ നടത്തിയേക്കാം. പക്ഷേ ഇവിടെ ചൈനയുടെ നിലപാട് നിർണായകമാകും. കാരണം സിന്ധു നദിയുടെ ആരംഭം ചൈനീസ് അധീനതയിലുള്ള ടിബറ്റിൽ നിന്നായതുകൊണ്ടും ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് വെള്ളമെടുക്കുന്നത് ഇന്ത്യ ചൈന കരാർ ഉണ്ടായതുകൊണ്ടും ചൈന ഈ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ സാന്നിധ്യം ചൈന ഇഷ്ടപ്പെടാത്തതുകൊണ്ടും പാക് അമേരിക്ക ബന്ധത്തിന് ഒപ്പം തുള്ളില്ല എന്നതുകൊണ്ടും ചൈന തന്ത്രപരമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അകറ്റാൻ പറ്റുന്ന പോയിന്റിലാവും നിലപാടെടുക്കുന്നത്. മൈ ഫ്രണ്ട് ട്രംപ് മോദിക്ക് പണിയാവുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇതേസമയം അടികൊണ്ട് പുറംപൊളിഞ്ഞ പാകിസ്ഥാന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അമേരിക്കയുടെയും ചൈനയുടെയും വലിയ സഹകരണം ആവശ്യമാണ്. മൂന്ന് പേരുടെയും ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ മോദി ഒറ്റയാനാവും. അമേരിക്ക ഡീപ് സ്റ്റേറ്റും ചൈനീസ് ഡീപ് സ്റ്റേറ്റും ഇന്ത്യക്കെതിരെ തിരിഞ്ഞു എന്നതിന്റെ ഉറപ്പാണ് ഡൊണാൾഡിന്റെ റഫേലിന്റെ ഓഹരി ഇടുകയും പണി വാങ്ങിയ ചൈനീസ് അമേരിക്ക ആയുധ വിപണിയിൽ ഉണർവുണ്ടാക്കിയതും കൃത്യമായ പ്രൊപ്പഗൻഡയാണ്. അത് മനസ്സിലാക്കിയാണ് BBC പോലുള്ള മാധ്യമങ്ങളെ വിരട്ടിയതും. ഈ കളിയിൽ ഇതുവരെ നേരിട്ടിറങ്ങാതെ നിൽക്കുന്ന ചാമ്പ്യനാണ് റഷ്യ. എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന റഷ്യ ഒരു കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധസമയത്ത് അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ എണ്ണ വ്യാപനം അമേരിക്ക എതിർത്തിട്ടും മോദി കേൾക്കാതിരുന്നതിന്റെ ചുരുക്ക് ഇന്ത്യയോട് ട്രംപ് പാകിസ്ഥാൻ വിഷയത്തിൽ കാണിച്ചാൽ അവിടെ വലയെറിയുന്നത് റഷ്യയാവും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ട്രംപ് ഒറ്റ ബുദ്ധി ഇന്ത്യയോട് കാണിക്കില്ല എന്ന് വിശ്വസിക്കാം. കാരണം ഇന്ത്യയുടെ നയതന്ത്രം പാകിസ്ഥാനെ കുത്തുപാളയടിപ്പിക്കുക, അവിടത്തെ രാഷ്ട്രീയ സൈനിക അസ്ഥിരതയിൽ അവന്മാരുടെ കുരു പൊട്ടിച്ചാനന്ദിക്കുക എന്നതാണ്. എഴുതി വച്ചോളൂ വിമർശകരെ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ നിന്ന് ഇന്ത്യ പിന്മാറില്ലേ പാകിസ്ഥാന് സമനില തെറ്റും. അവന്മാരുടെ നട്ടലിന് കിട്ടിയ പ്രഹരമാണത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ തീവ്രവാദ ആക്രമണങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അതിനി അൽ-ഖ്വയ്ദയും ഹമാസും തുർക്കിയും ഒക്കെ ചേർന്നുള്ള ബാഹ്യലോക പച്ചകളെയായിരിക്കും ഉപയോഗിക്കുക. ഇതെല്ലാം മോദി പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ആണവായുധ ഭീഷണി വേണ്ട, അടിക്കണമെന്ന് തോന്നിയാൽ അടിച്ചിരിക്കുമെന്ന് മോദി പറഞ്ഞത്. വരാൻ പോകുന്ന ലോക സമവാക്യങ്ങളിൽ ഇന്ത്യ ഒരു ശ്രദ്ധേയ കേന്ദ്രമാകും. പാകിസ്ഥാന്റെ അണവായുധം ആ രാജ്യത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് തീവ്രവാദികളുടെ കയ്യിലെത്തിയാൽ പണത്തിനു വേണ്ടി സാങ്കേതികത മറ്റു രാജ്യങ്ങൾക്ക് വിറ്റാൽ മറ്റൊരു ലോകം ആക്രമണവും പ്രതീക്ഷിക്കാം. ഒറ്റ കാര്യത്തിലേ പേടിയുള്ളൂ. അത് ഇറ്റാലിയൻ കോൺഗ്രസ് ബ്രിഗേഡാണ്. രാജ്യം മറന്നും അവർ മോദിയുടെ തല ഉരുളാൻ ആവുന്നതെല്ലാം ആരോടും കൂടെ ചേർന്ന് ചെയ്യും. കോൺഗ്രസിനെ പൂണ്ട വിടയാളാനുള്ള അവസരം ഡീപ് സ്റ്റേറ്റ് നിർമ്മിച്ചു നൽകും. ഇനി വിദേശകാര്യമന്ത്രി ജയശങ്കറിന് പണിയോട് പണിയാണ്. അതായത് കോൺഗ്രസ്
മോദിയെ താഴെ ഇറക്കാൻ ഏത് ശത്രുക്കളോടൊപ്പവും നിൽക്കുമെന്ന ചില കിംവദന്തികൾ പരക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അമേരിക്കയുടെ കളി ഇന്ത്യയോട് നടക്കില്ല. അത് കൃത്യമായി മോദി പറഞ്ഞിട്ടുണ്ട്. ഒരു മൂന്നാമതൊരു ശക്തിയൊന്നും ഇവിടെ സംസാരിച്ചിട്ടില്ല. മൂന്നാമതൊരാളുടെ ആവശ്യമൊന്നും എനിക്കില്ല, എൻ്റെ പിള്ളേർക്കുമില്ല. ഞങ്ങൾ കയറി അടിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പാകിസ്ഥാൻ മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് കാല് പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഞങ്ങളൊന്ന് വെറുതെ വിടണേ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ കൃത്യമായി കാല് പിടിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് ഇനി അമേരിക്കയുടെ ഈ ഒരു വിലപേശലും, അല്ലെങ്കിൽ അമേരിക്ക ഈ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ട് നടന്നിട്ട് ട്രംപ് പറയുകയാണ്, ഞങ്ങളാണ് ഇന്ത്യയെ സഹായിച്ചത്, ഞങ്ങളാണ് പാകിസ്ഥാനോട് പറഞ്ഞും ഇന്ത്യയോട് പറഞ്ഞും ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ വെടിനിർത്തൽ നിർത്താനായി ഈ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക കറങ്ങി നടക്കുന്നുണ്ട്. ഇന്ത്യ ഓങ്ങി വെച്ചിട്ടുണ്ട്. അതായത് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇനി അടുത്ത് ചില നിർണായക നിലപാടുകൾ എടുക്കാൻ പോകുന്നത് അമേരിക്കയുടെ കാര്യത്തിൽ ആയിരിക്കും എന്നതിൽ സംശയമുണ്ട്. മാത്രമല്ല, ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഏറ്റ ഒരു വലിയ പ്രഹരമാണത്. ഒരു തരത്തിലും നയതന്ത്ര പ്രഹരത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറില്ല എന്ന് ഇന്ത്യ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവത്തിൽ പാകിസ്ഥാൻ്റെ നട്ടലൊടിഞ്ഞിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ കാർഷിക വിളകളാണ്. ഈ സിന്ധു നദീജലത്തിലെ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ അവിടുത്തെ കാർഷിക മേഖലകൾ മുഴുവൻ നശിക്കും. ഈ കാർഷിക മേഖലയിൽ ഉപജീവനം നടത്തുന്ന, ആ മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നവരുടെ ഒക്കെ ഉപജീവന മാർഗം മുടങ്ങും. അപ്പോൾ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഒഴുകില്ല തന്നെയാണ്. പാകിസ്ഥാൻ ആദ്യം തീവ്രവാദം അവസാനിപ്പിക്കുക. മാത്രമല്ല, ഇന്ത്യ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന എല്ലാ തീവ്രവാദികളെയും പാകിസ്ഥാൻ ഇന്ത്യയുടെ കാൽക്കൽ കൊണ്ടുവച്ച് മാപ്പ് പറഞ്ഞ് അവരെ ഇന്ത്യക്ക് കൈമാറുന്ന നിമിഷമല്ലാതെ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പാകിസ്ഥാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ കാണിക്കാൻ പോകുന്നത് ഇനി ലോകരാജ്യങ്ങളുടെ കാല് പിടിക്കും. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഇസ്രായേലിൻ്റെ കാലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങളുടെ രാജ്യം കൊടും പട്ടിണിയിലാണ്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയും. ഇതിനിടയിൽ പാകിസ്ഥാൻ കാല് വാരുമ്പോൾ അവിടുത്തെ ഭീകരവാദികൾ തന്നെ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനെ പേടി. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ്. ഭീകരവാദികളെയും ഭയക്കണം, അതിലപ്പുറം ഇന്ത്യയും ഭയക്കണം എന്നൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ. എന്തായാലും വിദേശകാര്യമന്ത്രി ജയശങ്കറിന് പണി കൂടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ കോൺഗ്രസിനെ നിലയ്ക്ക് നിർത്തണം, അവിടെ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്തണം, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കണം, അമേരിക്കയെ ഒരടി പിന്നോട്ട് നിർത്തണം, ചൈനയ്ക്ക് 8ൻ്റെ പണി കൊടുക്കണം, തുർക്കിയെ മുച്ചൂടും മുടിക്കണം. അപ്പോൾ ജയശങ്കർ തുനിഞ്ഞിറങ്ങുകയാണ്.